സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പരിപാടിയിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് ആലപിച്ചു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് പാട്ട് ആലപിച്ചത്. മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നുവരവെയാണ് ഗാനം തുടങ്ങിയത്. അദ്ദേഹം വേദിയിൽ ഇരിക്കുമ്പോൾ ഗാനം പാടി പൂർത്തിയാക്കുകയും ചെയ്തു. ധനവകുപ്പിലെ പൂവത്തൂർ ചിത്രസേനൻ എന്നയാളാണ് പാട്ടെഴുതിയിരിക്കുന്നത്. വിരമിച്ച ശേഷവും നിയമനം കിട്ടിയ വ്യക്തിയാണ് സ്തുതിഗീതം എഴുതിയ കവി ചിത്രസേനൻ. ക്ലറിക്കൽ അസിസ്റ്റന്റായി വിരമിച്ച ശേഷം പിന്നീട് ധനവകുപ്പിൽ സ്പെഷ്യൽ മെസഞ്ചറായി നിയമിക്കുകയായിരുന്നു. പാട്ടിൽ ഫിനിക്സ് പക്ഷിയായാണ് പിണറായി വിജയനെ വിശേഷിപ്പിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി മെഗാ തിരുവാതിര നടത്തിയത് വിവാദമായിരുന്നു. CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായാണ് ഗാനം തയ്യാറാക്കിയത്. നിയമവകുപ്പ് അസിസ്റ്റന്റ് വിമലാണ് ഈണം നൽകിയത്. 3 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായിരുന്നു. ഇതിനിടയിലാണ് വീണ്ടും വിവാദം ഉണ്ടായത്. സെക്രട്ടേറിയറ്റിലെ ഭരണപക്ഷാനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായിട്ടാണ് ഗാനം ഒരുക്കിയത്. മുഖ്യമന്ത്രിയെ ചെമ്പടയുടെ കാവലാളായും പടയുടെ നടുവിൽ പടനായകനായും ഫിനിക്സ് പക്ഷിയായും ഒക്കെ വിശേഷിപ്പിക്കുന്നു. കാവലാൾ എന്ന തലക്കെട്ടിൽ ചിത്രസേനൻ ഒരുക്കിയ വരികൾക്ക് സംഗീതം നൽകിയത് നിയമവകുപ്പ് ജീവനക്കാരാണ്. ഇന്ന് നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി 100 വനിതാ ജീവനക്കാർ പാടാൻ തീരുമാനിച്ചു. പിന്നീട് ഇതിന് മാറ്റം വരുത്തി മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്ത് പാടാൻ പുതിയ നീക്കം നടന്നു. ഇതിനിടെ പാട്ടിന്റെ അവസാന ഘട്ടത്തിലാണ് സ്തുതിഗീതം പാടിയത്. അതേസമയം അസോസിയേഷനിൽ മുഖ്യമന്ത്രിയുടെ പിന്തുണയുള്ള പ്രസിഡന്റ് ഹണിയുടെ നേതൃത്വത്തിലാണ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തിയത്. 3 വർഷം മുമ്പ് CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് പാറശാലയിൽ പിണറായി സ്തുതിയുമായി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് വിവാദമായിരുന്നു. അതേസമയം തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് 100 പേർ ആലപിക്കുന്ന ഗാനത്തെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നില്ല. താൻ പാട്ട് കേട്ടില്ലെന്നും വാർത്ത ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും പറഞ്ഞ മുഖ്യമന്ത്രി വല്ലാതെ അധിക്ഷേപിക്കുമ്പോൾ ലേശം പുകഴ്ത്തൽ വന്നാൽ നിങ്ങൾ അസ്വസ്ഥമാകുമെന്ന് തനിക്ക് അറിയാമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതേസമയം സകലമാന കുറ്റങ്ങളും തന്റെ ചുമലിൽ ചാർത്താൻ ശ്രമിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ വലിയ വിഷമമുണ്ടാകും. വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിന്റെ ഒന്നും ഭാഗമല്ലാതെ ഒരു കൂട്ടർ നിലപാടെടുക്കുന്നതും കാണണം. തങ്ങളാരും വ്യക്തിപൂജയ്ക്ക് നിന്നുകൊടുക്കുന്നവരല്ല, മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് വാഴ്ത്തുപാട്ട് എഴുതിയതിൽ വിശദീകരണവുമായി കവി പൂവത്തൂർ ചിത്രസേനൻ രംഗത്തെത്തി. മാധ്യമങ്ങളടക്കം എല്ലാവരും സഖാവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ആരെങ്കിലും ഒരാൾ പുകഴ്ത്താൻ വേണ്ടേ എന്നതിനാലാണ് ഗാനം രചിച്ചതെന്ന് ചിത്രസേനൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ഭരണപക്ഷാനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായാണ് ഗാനം പൂവത്തൂർ ചിത്രസേനൻ ഒരുക്കിയത്.